ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ടു ഋത്വിക പാർക്കുട്ടി ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഇന്ന് സ്പെഷ്യലായിട്ടൊന്നും വീഡിയോ ഒന്നുമില്ല. അപ്പോൾ തിരക്കുകളെല്ലാം കഴിഞ്ഞു. പൊങ്കൽ തിരക്ക് കഴിഞ്ഞു, അതുപോലെ തന്നെ പിറന്നാൾ തിരക്ക് കഴിഞ്ഞു, എല്ലാം കഴിഞ്ഞു കേട്ടോ. അപ്പോൾ ഞാൻ ഇന്നലെ ഒരു വീഡിയോസ് ഇട്ടിട്ടുണ്ടായിരുന്നു, പക്ഷെ അതിലെനിക്ക് സൗണ്ട് ആഡ് ചെയ്യാൻ പറ്റിയില്ല. അപ്പോൾ ചെറിയ ബുദ്ധിമുട്ടുണ്ടായിരുന്നു, അതുകൊണ്ടാണ് ഞാൻ വോയിസ് കൊടുക്കാതിരുന്നത്. അത് പറഞ്ഞിട്ട് ആരും എൻ്റെ വീഡിയോസ് അത് കാണാതിരിക്കരുത്. എല്ലാവരും വീഡിയോസൊക്കെ കണ്ട് ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. അതേപോലെ ലൈക്ക്, ഷെയർ, കമൻറ്റ് ഇതൊന്നും ചെയ്യാൻ മറക്കരുത് കേട്ടോ. അപ്പോൾ ഞാൻ ചെറിയൊരു രാവിലത്തെ നമ്മുടെ രാവിലെ മോർണിംഗ് വൈബാണ് ഞാൻ കാണിക്കാൻ പോകുന്നത്. അപ്പോൾ വേറെ പ്രത്യേകിച്ച് ഇതിൽ കണ്ടൻറ്റ് പറയൊന്നുമില്ല കേട്ടോ. ജസ്റ്റ് ഒരു നാട്ടിൻപുറത്തുകാരിയുടെ ഒരു രാവിലത്തെ കാഴ്ചകളാണ് ഞാൻ ഇതിൽ കാണിക്കാൻ പോകുന്നത്. കൂട് മാത്രമേ വലുതുള്ളൂ, കോഴികൾ 3-4 കോഴികളേ ഉള്ളൂ. കാരണം 2 ദിവസം മുന്നേ ഒരു കോഴി ചത്തുപോയിട്ടുണ്ടായിരുന്നു കേട്ടോ. എന്തോ ഒരു കീരി പിടിച്ചതാണെന്നറിയില്ല. പെട്ടെന്നൊരു 11-12 മണി ആ സമയമാകുമ്പോൾ നമ്മുടെ തെങ്ങിൻ തടത്തിൽ അത് കിടക്കുന്നുണ്ടായിരുന്നു. അപ്പോൾ കോഴികൾ കുറവാണ് കേട്ടോ. ആകെ 4 കോഴിയുള്ളൂ. കൂട് മാത്രമാണ് വലിയ കൂട് കേട്ടോ. അങ്ങനെ കോഴികളിനൊക്കെ രാവിലെ തുറന്നു വിട്ട് നമുക്ക് പൈപ്പിൽ വെള്ളം വരുന്നുണ്ട്. പൈപ്പിൽ നമ്മൾ ഓസിട്ട് കൊടുത്താൽ ഫസ്റ്റ് വെള്ളം വന്നത് ഓസിട്ട് കൊടുത്താൽ വരില്ല. അപ്പോൾ നമ്മൾ കുടം കൊണ്ട് തന്നെ കുറച്ച് നേരം ഒരു അരമണിക്കൂർ 3/4 മണിക്കൂർ കുടം കൊണ്ട് തന്നെ നമ്മൾ വെള്ളം കോരി തന്നെ വേണം കേട്ടോ. അപ്പോഴേക്കും ഞാൻ അടുപ്പിൽ ചോറ് വെച്ചിട്ടുണ്ടായിരുന്നു. ചോറ് ആവാനായിട്ടുണ്ട് കേട്ടോ. ഞാൻ ഫുൾ വീഡിയോ എടുക്കണം എന്നൊക്കെ വിചാരിച്ചതാണ്, പക്ഷെ നടക്കണില്ല. മക്കളുള്ള കാരണം അത് നടക്കില്ല. ഇപ്പം എല്ലാവരും ഒരു ടെൻഷൻ അനുഭവിക്കുന്നത് അടുപ്പിൽ കത്തിക്കണ്ടേ, ഗ്യാസ് കിട്ടാൻ വഴിയില്ല എന്ന് പറഞ്ഞിട്ട് ഭയങ്കര എല്ലാവർക്കും ടെൻഷനാണ് അല്ലേ. എനിക്കും ടെൻഷനൊക്കെ ഉണ്ട്. വിറകുണ്ട് പറഞ്ഞിട്ട് കാര്യമില്ല. ചായ എന്തായാലും എണിച്ചതും വേണം. അപ്പം അത് ഗ്യാസിൽ തന്നെയല്ലേ വെക്കേണ്ടത്. എണിച്ച ഉടനെ എനിക്ക് ചായ നിർബന്ധമാണ് കേട്ടോ. പക്ഷെ ഞാൻ ഒരു കാര്യം പറയാം, എൻ്റെ അനുഭവം പറയണം കേട്ടോ. നിങ്ങളുടെ അനുഭവം എന്താണെന്ന് എനിക്കറിയില്ല. പക്ഷെ എനിക്കൊരു അനുഭവം പറഞ്ഞാൽ, അടുപ്പിൽ നമ്മൾ വെക്കുമ്പോൾ വേഗം സമയം ലാഭമാണ്. അടുത്ത് തന്നെ നിൽക്കണം. പക്ഷെ നമ്മൾ ഗ്യാസിൽ വെക്കണേനും വെച്ച് വേഗം അടുപ്പിലാവും. പ്രത്യേക ഒരു ടേസ്റ്റും ഉണ്ടാവും കേട്ടോ. നമ്മൾ 2 വിറകിട്ട് കൊടുത്താൽ മതി. അപ്പോൾ വേഗം ആവും. വിറക് വേണം. അത് ഞാൻ മിക്കവാറും കുട്ടികൾക്ക് സ്കൂളില്ല എന്നൊക്കെ പറഞ്ഞാൽ മിക്കവാറും ഞാൻ അടുപ്പിൽ തന്നെയാണ് ഞാൻ കറിയും അതേപോലെ കുടിക്കാൻ വെള്ളമൊക്കെ ഞാൻ വെക്കുന്നത് കേട്ടോ. വൈകുന്നേരം മാത്രം ഞാൻ പലഹാരം ഉണ്ടാക്കുമ്പോൾ, ചപ്പാത്തി അതേപോലെ നൂൽപുട്ടൊക്കെ ഉണ്ടാക്കുമ്പോൾ നമ്മൾ ഗ്യാസിൽ വെക്കും. അല്ലാതെ രാവിലെയൊക്കെ നമ്മൾ അടുപ്പിൽ തന്നെയാണ് മിക്കവാറും വെക്കുക. അപ്പോൾ വല്ല ഉപ്പേരികൾ പെട്ടെന്നാവണം എന്നുണ്ടെങ്കിൽ മാത്രം നമ്മൾ ഗ്യാസിലധികം വെക്കുകയുള്ളൂ കേട്ടോ. പക്ഷെ ഒരാൾ വരുമ്പോൾ നമുക്ക് പെട്ടെന്ന് ചായ വെക്കണം എന്ന് പറയുമ്പോൾ അടുപ്പിൽ തീ കൂട്ടിയിട്ട് വെക്കാനാവില്ലല്ലോ. അതേപോലെ തന്നെ കുഞ്ഞു കുട്ടികളുള്ളവിടെ അവർക്ക് കൂള് വെക്കണം. അപ്പോൾ പണ്ടൊക്കെ അടുപ്പിൽ തന്നെയാണ് വെച്ചത്. സ്റ്റവ്, അടുപ്പ് അതിലൊക്കെയാണ്. പക്ഷെ ഇപ്പോൾ ഒക്കെ ഗ്യാസ് വന്ന കാരണം പിന്നെ ഇനിയിപ്പോൾ കൂളൊക്കെ വെക്കുമ്പോൾ അടുപ്പിൽ പുകച്ചൂരടിക്കും. അത് ഭയങ്കര ബുദ്ധിമുട്ടാണ് അല്ലേ. അപ്പം അതിനുള്ള അടുപ്പിൽ വെക്കാനുള്ള പാത്രങ്ങളെ ചില വീട്ടുകളിൽ ഉണ്ടാവില്ല. ഒക്കെ ഗ്യാസിൽ തന്നെ വെക്കുന്ന പാത്രങ്ങളായിരിക്കും മിക്ക വീടുകളിലും ഉള്ളത്. അതുകൊണ്ട് അവർക്കൊരു ബുദ്ധിമുട്ടായിരിക്കും. പിന്നെ ഒന്നാമത് കരി പിടിക്കുമല്ലോ, പാത്രങ്ങൾ കരി പിടിക്കും. അതേപോലെ പാത്രങ്ങൾ കഴുകുമ്പോൾ കൈ കരിയാവും. അങ്ങനെയൊക്കെ ചിലവർ നോക്കാറുണ്ട്. അപ്പോൾ അതൊന്നും നോക്കാതെ വളരെ ഇഷ്ടപ്പെട്ട് ചെയ്യുന്ന ഏതൊരു ജോലിയും ഏതൊരു പണിയും തന്നെ അതൊരു ബുദ്ധിമുട്ടായി നമുക്ക് ഒരിക്കലും തോന്നില്ല. നമ്മൾ എത്ര വലിയ കഷ്ടമുള്ള പണിയായിരിക്കട്ടെ, നമ്മൾ ഇഷ്ടപ്പെട്ട് നമുക്ക് ചെയ്യുമ്പോൾ അത് എൻജോയ് ചെയ്ത് ചെയ്യുമ്പോൾ അതൊരു ബുദ്ധിമുട്ടായി തോന്നില്ല. അതേപോലെ തന്നെ ഈ അടുപ്പിൽ കത്തിക്കുമ്പോൾ ഉള്ള പണി കേട്ടോ, എനിക്ക് അങ്ങനെയാണ് തോന്നിയത്. ഈ അടുപ്പിൽ നമ്മൾ പാചകം ചെയ്യുമ്പോൾ എനിക്ക് അത്ര റിസ്ക്കുള്ള പണിയായി മടിയെന്ന് തോന്നാറില്ല. നല്ല ഒരു വേഗം പണി ഒരുങ്ങും. അടുപ്പിൽ ചെയ്യാൻ ഭയങ്കര ഇഷ്ടമാണ്. അങ്ങനെയുള്ള ഒരു മൈൻഡാണ് എനിക്ക് കേട്ടോ. ഇതേപോലെയുള്ള ആർക്കെങ്കിലും മൈൻഡ് ഉണ്ടെങ്കിൽ ഒന്ന് കമൻറ്റ് ചെയ്യണേ. പിന്നെ ഈ വീഡിയോ എടുക്കുന്നത് എൻ്റെ ചെറിയ മോനാണ് കേട്ടോ. അപ്പോൾ അവന് അത്ര അറിയില്ല, UKG പഠിക്കുന്നത്. പക്ഷെ അവൻ ഫോണ് ജസ്റ്റ് ഒന്ന് പിടിക്കുമ്പോൾ അവൻ്റെ കുഞ്ഞു കുട്ടിയാണല്ലോ, കൈ അങ്ങോട്ടും ഇങ്ങോട്ടും ഇളകി പോകുന്നുണ്ട്. അതുകൊണ്ടാണ് വീഡിയോ ഇങ്ങനെ ഷെയ്ക്കൊക്കെ ഇടയിൽ വരുന്നത്. അങ്ങനെ രാവിലത്തെ മോർണിംഗ് വൈബ് നമ്മുടെ അവസാനിക്കാനായി. അപ്പോൾ ഒരു കുഞ്ഞു വീഡിയോ ആയിരുന്നു, കുഞ്ഞു വ്ളോഗായിരുന്നു. അപ്പോൾ നമ്മുടെ വീഡിയോ ഇതുവരെ കാണാത്തവരുണ്ടെങ്കിൽ ഒന്ന് കാണുക. അതേപോലെ സപ്പോർട്ട് ചെയ്യുക. അതേപോലെ ലൈക്ക്, ഷെയർ, കമൻറ്റ് ഇതെല്ലാം ചെയ്യുക.
പിന്നെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് നമ്മളെ ഒന്ന് കൂട്ടാക്കണേ. കാരണം നമ്മുടെ വാച്ച് അവർ വളരെ കുറവാണ്, സബ്ബ് മാത്രം കുറച്ച് കൂടുതലുള്ളൂ. പക്ഷെ നമ്മൾ സബ് ചെയ്തവരെല്ലാവരും നമ്മുടെ ലോങ് വീഡിയോസ് കാണണമെന്നില്ല, നമ്മളെ അത്ര സപ്പോർട്ട് ചെയ്യണമെന്നില്ല. അതുകൊണ്ടാണ് ഞാൻ നിങ്ങളോട് പറയുന്നത്. അപ്പോൾ നിങ്ങൾ ആരെങ്കിലും നമ്മുടെ ചാനൽ കൂട്ടാക്കാത്തവരുണ്ടെങ്കിൽ ഒന്ന് കൂട്ടാക്കി, അതേപോലെ തന്നെ നമ്മുടെ ലോങ് വീഡിയോസൊക്കെ എല്ലാം ഒന്ന് കണ്ട് ഒന്ന് സപ്പോർട്ട് ചെയ്യുക. പിന്നെ ഒരു ഇമ്പോർട്ടൻറ്റ് കാര്യം, എനിക്ക് യൂട്യൂബിൽ നിന്ന് ആദ്യമായിട്ട് യൂട്യൂബ് ചാനലിൽ നിന്ന് ഒരു ഗീവ് അവേ കിട്ടി. അപ്പോൾ വിസ്മയ പറഞ്ഞൊരു കുട്ടി വയനാട്ടിൽ നിന്നാണ് എനിക്ക് തന്നത് ഗിഫ്റ്റ്, ഒരു കുർത്തിയാണ്. അപ്പോൾ എനിക്ക് ഒരുപാട് ഇഷ്ടമായി. വിസ്മയക്ക് ഒരുപാട് നന്ദിയുണ്ട്. അപ്പോൾ ഇനി അടുത്തൊരു വീഡിയോ കാണുമ്പോൾ ബൈ.